ഹായ് ടീറോൾ. ചോറ് വെന്ത പുറകെ ഇന്ന് ഗ്യാസ് തീർന്നു കേട്ടോ. ഇൻഡക്ഷൻ ഇല്ല, ഒന്നും നോക്കിയില്ല, പറമ്പിലോട്ട് ഇറങ്ങി. ഈ അടുപ്പ് സിമ്പിൾ ആണെങ്കിലും പവർഫുൾ ആണ് കേട്ടോ. നല്ല വെയിലായതുകൊണ്ട് ചുള്ളിക്കമ്പൊക്കെ നല്ല ഉണങ്ങി കിടക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ പടപടാന്ന് തീ പിടിക്കുന്നുണ്ടായിരുന്നു. സാമ്പാറിനുള്ള പരിപ്പൊക്കെ ഇതാന്ന് പറയുന്ന പോലെ വെന്ത് കിട്ടി കേട്ടോ. ഇപ്പം നമ്മൾ ഇച്ചിരി കൊതുമ്പും തൊണ്ടും ഒക്കെ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. വേറെ വിറകൊന്നും ഇല്ലാതെ നമുക്ക് പറമ്പിൽ നിന്നൊക്കെ ഉള്ളത് പെറുക്കിയെടുത്താൽ തന്നെ കറി വെക്കാനുള്ളതുണ്ടായിരുന്നു. സാമ്പാറിന് ആവശ്യത്തിനുള്ള കഷ്ണം വെന്ത് കിട്ടി. നമുക്കതിലേക്ക് വെന്ത പരിപ്പ് ഒഴിച്ചു കൊടുക്കാം. നേരത്തെ ചീരയ്ക്ക് കടുക് വറുത്ത കൂട്ടത്തിൽ സാമ്പാറിനും കടുക് വറുത്തൊഴിച്ചായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ സാമ്പാർ ചീരയാണ്. അപ്പം ഇതും കൂടെ ലാസ്റ്റ് കഴുകി ഒന്ന് നമുക്ക് പിച്ചിട്ട് കൊടുക്കാം. അസാധ്യ ചൂടാണ് കേട്ടോ. നമ്മൾ ഈ ഇടയ്ക്ക് ഇതുപോലെ വെള്ളം വെച്ച് കൊടുത്താൽ കുരുവികൾക്കൊക്കെ അതൊരു സന്തോഷമാവും. സാമ്പാർ ചീര കഴുകി അതിലിട്ട് ഇട്ട് കൊടുക്കാം. തിളയ്ക്കുമ്പോൾ തന്നെ അതങ്ങ് വാടി പൊക്കോളും കേട്ടോ. അപ്പോൾ നമ്മൾ സാമ്പാർ റെഡിയായി കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ ആവും. നമ്മൾ അടുപ്പിലാവുമ്പം ഗ്യാസിൻ്റെ അത്രയും താമസം വരത്തില്ല. നമ്മൾ എല്ലാം കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചാൽ ഇതാന്ന് പറയുന്ന പോലെ എല്ലാം റെഡിയാക്കി കിട്ടും. ഇത് കണ്ടോ, അപ്പൂപ്പന്താടി എരിക്കില്ലേ, എരിക്കിൻ്റെ കായ വിളഞ്ഞ് അത് പൊട്ടുമ്പോഴാണ് ഇതുപോലെ അപ്പൂപ്പന്താടി നമുക്ക് കാണാം. നല്ല ഭംഗിയാണ്. ചില്ലയൊന്ന് അനക്കിയപ്പോൾ ഇങ്ങനെ പറന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ, നല്ല രസമുണ്ട്. നന്നായിട്ട് വേകുന്ന ചീര ആയതുകൊണ്ട് തന്നെ നമ്മൾ തേങ്ങയും വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ട് ചീരയിലയുടെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചേർത്തേക്കുന്നത്. മുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. കടുക് വറുത്ത് ചിരത്തണ്ട് വേഗം വെച്ച കൂട്ടത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തായിരുന്നേ. ഒട്ടും വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടെങ്കിലും വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ അടുപ്പിൻ്റെ ചൂടുകൊണ്ട് തന്നെ ചീരത്തോരൻ പെട്ടെന്ന് റെഡിയായി. ഉണ്ട്, നല്ല ചുമന്ന ചീരയാണ്. ചീരത്തോരൻ വാങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് അടുത്തിടയ്ക്ക് കമ്പ് വെച്ച് പിടിപ്പിച്ചൊരു തരം ചെമ്പരത്തിയാണ്. ഇത് ഉച്ചവരെയൊക്കെ നിൽക്കുകയുള്ളൂ, അത് കഴിഞ്ഞ് വാടിപ്പോവും. പക്ഷെ നല്ല ഭംഗിയാണ് കളറും ഒക്കെ. പാവം കിളികളെല്ലാം നല്ല ദാഹിച്ച് നടക്കുകയാണ്. നമ്മളും കുറേ വെള്ളം കുടിക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ഏതായാലും നമ്മുടെ ജോലി ഏകദേശം തീരാറായി. ഇപ്പോൾ ആ ഒരു ചെറിയൊരു അവിയലാണ് കേട്ടോ. ഉള്ള കഷ്ണമൊക്കെ വെച്ചിട്ട് ചെറിയൊരു അവിയലും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ജോലി ഏകദേശം കഴിഞ്ഞു. പക്ഷേ ഗ്യാസ് തീർന്നപ്പോൾ ഒന്ന് ഞെട്ടിപ്പോയെങ്കിലും പെട്ടെന്ന് തന്നെ നമ്മൾ സാധാരണ വെക്കുന്നതിലും നേരത്തെ കറികളെല്ലാം ആയി കേട്ടോ. അപ്പോൾ ഇതാണ്, ചോറ് വെച്ച് കഴിഞ്ഞപ്പോഴേ ഗ്യാസ് തീർന്നത്. എന്താ സൂര്യൻ്റെ ആ ഒരു എന്തോ ഒരു പ്രഭയാണല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ ചുറ്റും ഇങ്ങനെ വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുഞ്ഞിക്കുരുവികളും കാക്കയും ഇരട്ടത്തലിച്ചി എന്ന് പറഞ്ഞൊരു കിളിയുണ്ടല്ലോ, അതും അണ്ണനൊക്കെ വരുമ്പോൾ ഇടയ്ക്ക് കഴിച്ചോളൂ ഇതെല്ലാം. മാവിൽ നിന്ന് കുറേ മാങ്ങ ഇങ്ങനെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അച്ചാറൊക്കെ ഇട്ടപ്പം കാണിച്ച ആ മാവ് തന്നെ ഉണ്ട്, ചൂടുകൊണ്ട് എല്ലാം കേട് വന്ന പോലെ. അണ്ണാർക്കണ്ണനൊക്കെ ക്ഷീണിച്ച് കിടക്കുവാണ്. പക്ഷേ ഇടയ്ക്ക് കാറ്റ് വീശുമ്പോൾ അത് എണീക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ചോറ് വിളമ്പാം. മാങ്ങാച്ചാറാണ് കേട്ടോ. നമ്മുടെ അവിയൽ, ചീരത്തോരൻ, ചോറെടുക്കാം. അതിലേക്ക് കുറച്ച് സാമ്പാർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഉച്ചത്തേക്ക് ഊണിൻ്റെ കറികൾ. ഇതിന് ശേഷം നമുക്ക് തൈര് ഒഴിച്ച് ഉണ്ണാം, അല്ലെങ്കിൽ സംഭാരോ മോരൊക്കെ ആയിട്ട് കുടിക്കണം കേട്ടോ, ശരീരം ഒന്ന് തണുക്കാനായിട്ട്. ഈ ചൂടിനൊരു ശമനം കിട്ടും. അപ്പോൾ കറിയെല്ലാം മിക്സ് ചെയ്തിട്ട് എല്ലാവരും ഒന്ന് ചൂടോടെ കഴിച്ച് നോക്കൂ. ഇതാ, അപ്പോൾ ഒന്ന് കഴിച്ച് നോക്കട്ടെ. പുറത്തും നല്ല ചൂട്, ചോറിനും നല്ല ചൂട്. കൊള്ളാം. ചെറിയ പുകമണമൊക്കെയുള്ള കറി കൂട്ടി ഉണ്ണാനാണ് ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ. അപ്പം അത്ര തന്നെയുള്ളൂ. ഇത് നമ്മുടെ ബുൾബുൾ, നമ്മൾ പറയുന്ന ഇരട്ടത്തലിച്ചിനാണ് കേട്ടോ ഈ കിളിക്ക്. ഇനി കുരുവികളും അണ്ണാനും ഈ ചൂടുകൊണ്ടുള്ള വെപ്രാളം നമ്മളെക്കാളും കൂടുതൽ അവർക്കായിരിക്കും അല്ലേ. കുറേ നാൾ മുമ്പ് നല്ലൊരു മഴയൊക്കെ ഉള്ളൊരു സമയത്ത് ഇതുപോലെ നമ്മുടെ വീട്ടിൽ ഇരട്ടത്തലിച്ചി എന്ന് പറഞ്ഞ കിളിയുണ്ടല്ലോ, അത് വന്ന് കൂട് കൂട്ടിയായിരുന്നു കേട്ടോ. അമ്മക്കിളിയും അച്ചൻകിളിയും കൂടെ സ്ഥലമൊക്കെ മനസ്സിലാക്കി നാരും ചുള്ളിക്കമ്പും ഒക്കെ വെച്ച് ഷാൻഡലിയറിൽ നല്ലൊരു കൂടുണ്ടാക്കി കേട്ടോ. അതിൽ 2 മുട്ടയുണ്ടായിരുന്നു, 2 കുഞ്ഞുങ്ങളും ഉണ്ടായി. കണ്ടോ, പാവം വിശന്നിട്ടാണെന്ന് തോന്നുന്നു.
നമ്മുടെ അനക്കം കേട്ടിട്ട്, പക്ഷെ അതിന് ശല്യം ചെയ്യാതാണ് കേട്ടോ നമ്മളതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ദിവസവും നമ്മൾ കാണാം ഇതുപോലെ കുഞ്ഞു കുഞ്ഞു എന്താണ് തളിരലയും കുഞ്ഞു കുഞ്ഞു പ്രാണികളെയൊക്കെ കൊണ്ട് അതിൻ്റെ മക്കളെ തീറ്റിക്കുന്നത് നമുക്ക് കാണാമായിരുന്നു. ശരിക്കും നമുക്ക് അതിശയമുള്ളൊരു കാര്യമായിരുന്നു. ഒരു 1.5 ആഴ്ച കൊണ്ട് അതിങ്ങനെ വലുതായിട്ട് ഇത്രയായി. എന്നിട്ടത് പറന്ന് താഴെ ഇറങ്ങി വന്നിരുന്നു. നമ്മളതിനെ എടുത്തപ്പോൾ അതിൻ്റെ അമ്മക്കിളിക്കൊന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അപ്പം അതൊരു 1.5 ആഴ്ച കൊണ്ട് അതിങ്ങനെ പുറത്ത് വന്ന് ആ മരച്ചിലേക്ക് അങ്ങ് പോയി. അപ്പോഴും അതിൻ്റെ അമ്മ അച്ഛൻ അതിനെ ഇങ്ങനെ ചെറിയ എന്തോ കായൊക്കെ കൊണ്ടുവന്ന് ആഹാരം കൊടുക്കുന്നുണ്ടായിരുന്നു. അതേ ഷാൻഡിലറിൽ തന്നെ 2 പ്രാവശ്യം കൂടെ അത് വന്ന് മുട്ടയിട്ട് കുഞ്ഞുങ്ങളുണ്ടായിപ്പോയി കേട്ടോ. അപ്പം ഇപ്പം നമ്മൾ കാണുന്ന ഈ ബുൾബുള്ളൊക്കെ ചിലപ്പോൾ ഇതിൻ്റെ കൊച്ചുമക്കളൊക്കെ ആയിരിക്കും അല്ലേ. അപ്പം പ്രകൃതിയോട് ചേർന്നുള്ള പാചകവും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. നമുക്ക് വീണ്ടും കാണാം. Till then, be happy, stay peaceful and take care. Bye.